രംഗത്ത് ബോയ്സ് ക്ലബ് മെമ്പേഴ്സ്, സെറ്റിംഗ്സ്, ബോയ്സ് ക്ലബ് ചമയം, ബോയ്സ് ക്ലബ് റെക്കോർഡിംഗ്, ബോയ്സ് ക്ലബ് സംഗീതം, ബോയ്സ് ക്ലബ് രചന, ബോയ്സ് ക്ലബ് സംവിധാനം, ബോയ്സ് ക്ലബ് ചിരിക്കൂ ചിരിക്കൂ ഒരു CBI. സേതുരാമയ്യ ഹിയർ ഫ്രം CBI. സർ, ഇന്നല്ലേ അന്വേഷണം ആരംഭിക്കുന്നത്? അതെ സർ, ഞങ്ങൾ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും CBIയുടെ ഐഡന്റിറ്റി വിട്ട് കളിക്കരുത്. കേസ് തെളിഞ്ഞില്ലെങ്കിൽ അത് വിട്ട് കളിക്കില്ല സർ. സിന്ദൂരം കുറെ അണിഞ്ഞിട്ടുണ്ടോ സർ? പിന്നെ പഴയ ഷർട്ട് എടുത്തിട്ടുണ്ടോ? ഉണ്ട് സർ. ഷർട്ട് പുറത്തിടാൻ മറക്കരുത്. പുറത്തിട്ടുണ്ട് സർ. കൈ കുറെ കെട്ടിയിട്ടുണ്ടോ? കെട്ടിട്ടുണ്ട് സർ. വായിൽ മുറുക്കാനുണ്ടോ? IPC 420. യാതൊരു കാരണവശാലും മ്യൂസിക് ഇടാതെ മൂവ് ചെയ്യാൻ പാടില്ല. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ് സാർ. എവറിത്തിങ് റെഡി. എന്നാൽ നമ്മുടെ തീം മ്യൂസിക് ഇട്ടോളൂ. ഓക്കെ സാർ. Shako, I from CI. I am Lupo Nair from CBI. Assistant CBI. ഈ CBI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. അതിനെ ശരിക്കും പറയുന്ന പോലെ ചില ബുദ്ധിയല്ല. എന്താണോ കീറി പറഞ്ഞിരിക്കുന്നത്? അത് എലി കണ്ടതാണ് സാർ. റിയലല്ല സാർ, ചുണ്ടലി കൊന്ന്. എന്താണോ ഇത്? ഇതിനകത്ത് മൊത്തം നോട്ട് ദ പോയിന്റ് എന്ന് മാത്രമല്ലേ ഉള്ളൂ? അത് സാർ, സർ പറഞ്ഞത് നോട്ട് ദ പോയിന്റ് ഇത് മാത്രമാണ്, അല്ലാതെ ഒരു പോയിന്റ് ഇല്ല. നോട്ട് ദ പോയിന്റ്. പിന്നെ നോട്ട് ദ പോയിന്റ് നിങ്ങൾ മാത്രമാണ്. പഞ്ഞവന് പോകണമെന്നൊക്കെ നോട്ട് ദ പോയിന്റ്. ശരിക്കുള്ളൊരു പോയിന്റ് മരിക്കാൻ പറ്റുമോ? ഒരു സംശയം, ഈ രമ്മി കൊല നടന്ന് വേറെ സ്ഥലത്തല്ലേ? അവിടെ ഞാൻ നോക്കി, ഭയങ്കര ഇരുട്ട്. മാത്രമല്ല ചെളിയും വെള്ളവും എല്ലായിട്ട് കിടക്കുക. ഇപ്പൊ ഇവിടെ കൊണ്ടിട്ട അടുത്ത കേസ് പോകുമ്പോ ആ ഡമ്മിയെ കുളിപ്പിച്ചത് മാറ്റേണ്ടത് ഞാൻ തന്നെ ഇല്ലേ? വേറെ പുതിയ ശാസ്ത്രീയ മാർഗം സാർ, ഡൽഹിയിൽ നിന്ന് ഇത്രയും ദൂരം ഡമ്മി പാടുപെട്ട് ഞാൻ ഇന്നുകൊണ്ട് വന്നതല്ലേ? വെറുതെ ഒന്ന് ഇട്ടോക്കാം സാർ. ഡമ്മിക്ക് സന്തോഷമാവട്ടെ. ഇടത്ത് വലത്ത് നിന്നും ഇടത്തോട്ട് കാലുമായി മലർത്തിയടി. ഇതൊന്നാണ് ഡെമ്മിനെക്കാളത് പഠിപ്പിക്കണം. എടോ, കൊല നടന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇങ്ങനെ ഡെമ്മിക്കാൻ കൊലപാതകം കണ്ടുപിടിക്കാൻ പറ്റും? ഇല്ല, കൊലപാതകത്തെ ഡമ്മിയെ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് CBIയുടെ രീതികൾ. എന്നൊക്കെയായാലും ഒരു പാവം ഡെമ്മിയോട് ചെയ്യുന്ന അത്ര ഏൽപ്പോയത്. സത്യം. ഡമ്മി ചക്കോ സാർ. എന്തോ ഡമ്മി ചത്തുപോയി. ഫസ്റ്റ് കേസ് അടച്ചിരുന്നത് ഇവര് ഡെമ്മിയായിട്ട് വന്ന് കിടപ്പ ചമ്മി ഏത് വീട്ടിൽ പോയി പമ്മിയിരിക്കാം. വാസന്തിയുടെ അറ്റ് കാവുകൾ രാവുണ്ണി വാഷ് ഭയങ്കര രാവുണ്ണി മാഷ്. അതെ, ഉദ്ദേശം എത്ര മണിക്കാണോ സന്ധ്യയെ കാണാതെ? രാത്രി 8 മണിക്ക്. ഇത്രയും കൃത്യമായിട്ട് പറയാൻ ഞാൻ വാച്ചിട്ടാവും. ഇല്ല. പിന്നെ ഇത്രയും കൃത്യമായി 8 മണിയാണെന്ന് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ ജോലിക്കാരി ഞാൻ പണി കഴിഞ്ഞ് പോകുന്നത് 8 മണിക്കാണ്. അവളെ നോക്കി നിന്നപ്പോഴാണ് ഇവളെ മിസ്സായത്. സാറിന്റെ ചോദ്യം മനസ്സിലായില്ലേ? ഞാൻ മറ്റെന്താ പണമെന്ന് ആണെങ്കിൽ സാറിന് ഇതിലൊക്കെ താല്പര്യമുണ്ട്. ഞാൻ മോശമല്ല. ചോദിച്ചത് കേട്ടില്ലേ? ആളെങ്ങനെയാണെന്ന്. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലല്ല പറയുന്നത്. അവളെ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ജാനുവിന്റെ പുറത്ത് നിങ്ങൾ പോയി കണ്ടുണ്ടായിരുന്നു? ജാനു പുറത്ത് മാത്രമല്ല, ജാനുവിന്റെ മകളുടെ പുറത്തും ഒരു കണ്ണുണ്ടായിരുന്നു. കാണുന്ന പോലെയല്ലോ, ഒരു കൊച്ചു കോഴിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, സാറിപ്പോ അന്വേഷിക്കുന്നത് വാസതിയുടെ കൊലക്കേസോ ജാനുവിന്റെ പുറത്തുള്ള ഡീറ്റെയിൽസ്? രണ്ടും
സർക്കംസിഷൻ കേസായിരുന്നിട്ടും നിങ്ങൾക്ക് സംശയിക്കാൻ ഒരാളായിരുന്നു മാധവൻ. അപ്പോൾ യഥാർത്ഥ പ്രതി ഒളിഞ്ഞ കണ്ടാസ്വദിക്കുകയായിരുന്നു. വാസന്തി കൊലക്കേസിലെ യഥാർത്ഥ ആരാണെന്ന് കണ്ടുപിടിച്ച ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വാസന്തി കേസിൽ ഒരേ ഒരു സാക്ഷിയുള്ളൂ. ക്രൂരമായി കൊല്ലപ്പെടുന്ന കണ്ടുനിന്ന ഒരേ ഒരു സാക്ഷി. ലോക്കോ, സാർ, bring it. സാർ, അവസാനമായി വസന്തിയെ കണ്ടത് മണിയല്ലേ? അതെ, ഞാൻ കണ്ടതാ. വാസന്തിയെ വെട്ടി കൊല്ലുന്നത് ഈ രണ്ട് പൊട്ടക്കളോണ്ട് ഞാൻ കണ്ടതാ. സത്യം കേട്ടില്ലേ?